അല്ല ഗൈസ്, നമ്മളിന്ന് മരുഭൂമിയിലൂടെ ഒരു ചെറിയ റൈഡിന് ഇറങ്ങിയാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഫുഡും കഴിച്ചിരിക്കുമ്പോഴാണ് റൂമേഴ്സ് പറയുന്നത് നമുക്ക് വണ്ടി എടുത്തൊന്ന് പുറത്ത് പോയാലോ എന്ന്. നമ്മളേതായാലും പുതിയ ഐലക്സ് പിക്കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശക്തി പരീക്ഷണം കൂടി നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മരുഭൂമിക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ വണ്ടി എടുത്ത് നമ്മൾ നേരെ സിൽവർ റോഡ് വഴി ചെയ്ത് ലക്ഷ്യമാക്കി നേരെ വണ്ടി വിട്ടു. പോകുന്ന വഴിക്കൊന്നും റോഡിലൊന്നും അധികം ആളെ കാണാനില്ല. നമ്മുടെ ഈ മിസൈൽ ലൈനിൽ പൊതുവേ ആൾക്കാരങ്ങനെ ഉണ്ടാവില്ലേ, പ്രത്യേകിച്ച് ഉച്ച സമയത്തൊന്നും. നമ്മൾ മിസ് ചെയ്ത ഏരിയയൊക്കെ എത്തി തുടങ്ങി. നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം 3 മണിയായിട്ടുള്ളൂ. അപ്പോൾ തന്നെ സൂര്യൻ നല്ല കുങ്കുമച്ചോപ്പൊക്കെ അണിഞ്ഞ് നല്ല മണ്ണിൽക്കുഴകൾക്ക് മറവിൽ മറയാനുള്ള പരിപാടിയിലാണ് പോകുന്നത്. എന്തായാലും നമുക്കിവിടെ അത്യാവശ്യം സമയം കിട്ടും, കാരണം ഇവിടെ പെട്ടെന്നൊന്നും അങ്ങനെ ഇരുട്ടാവില്ല. അങ്ങനെ നമ്മൾ മരുഭൂമിയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. മരുഭൂമിയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് നമ്മളെ വണ്ടിയുടെ കാറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും മരുഭൂമിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എയർ കുറച്ച് വെച്ചിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ, അല്ലെങ്കിൽ വണ്ടി പെട്ടെന്ന് തന്നെ താന്നു പോകാൻ ചാൻസ് കൂടുതലാണ്. നമ്മളിപ്പോൾ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ പോയിട്ട് അത്യാവശ്യം കുറച്ചൊരു മണ്ണ് കൂടെയാണ് പോകുന്നത്. കുറച്ചങ്ങോട്ട് പോയാണ് മറ്റേ ഡീസലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതല്ല നല്ല ഹെവി മരുഭൂമിയിലുള്ള റൈഡ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നല്ല മണൽക്കൂടെ ഉണ്ടായിക്കൂടെ അങ്ങനെ പോവാം. പക്ഷേ നമ്മൾ ഒറ്റക്കായതുകൊണ്ട് നമുക്ക് പോയ വഴി തെറ്റുന്ന ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു ആൾക്കാർ പോയി തെളിഞ്ഞ പാതയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. എന്നാലും അത്യാവശ്യത്തിന് നമുക്ക് ഓഫ് റോഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ മരുഭൂമി കൂടെ റൈഡ് പ്രതീക്ഷിച്ച് മാത്രമല്ല നമ്മളൊന്ന് വന്നത്. നമ്മളൊന്ന് പോകുന്ന ഒരു ബീച്ചിലേക്കാണ്, ഖത്തറിലെ മിസൈലിലുള്ള സീലൈൻ ബീച്ചിലേക്കാണ് നമുക്ക് ഈ വഴി പോകാനുള്ളത്. ഇവിടെ വീക്കെൻഡിലും അതുപോലെ സീസണിലൊക്കെ ഒരുപാട് പേര് വരാറുള്ളതാണ്. ഇന്നിപ്പോൾ വീക്കെൻഡ് ഇല്ലാത്തതുകൊണ്ടും ഖത്തറിൽ ഭയങ്കര ചൂടായതുകൊണ്ടും ഈ സമയത്തൊന്നും ഇവിടെ എന്തായാലും ആൾക്കാർ കുറവ് കയറും. എന്നാലും നമുക്കെതിരെ 1-2 വണ്ടികളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ടൊയോട്ട ഐലക്സ് പിക്കപ്പ് ന്യൂ വേർഷനാണ്, അതും ഓട്ടോമാറ്റിക്. സംഭവം നമ്മൾ കാണണമായിരുന്നില്ല, അത്യാവശ്യം നല്ല ഹോഴ്സ് പവർ ഉണ്ട്. മരുഭൂമിയിലെ എല്ലാവിധ അഭ്യാസത്തിനും പറ്റിയ സാധനം തന്നെയാണ് ടൊയോട്ട ഐലക്സ്. ഡ്രൈവിങ് നമുക്ക് നല്ല ഹരമായതുകൊണ്ടും മരുഭൂമി ആയതുകൊണ്ടും വണ്ടി നല്ല അടിപൊളി 4x4 സാധനം ആയതുകൊണ്ടും നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ നന്നായിട്ട് റൗണ്ട് അടിച്ച് കളിച്ചിട്ടുണ്ട്. പിന്നെ വല്ലാതെ നമ്മൾ അഭ്യാസം കാണിക്കാനൊന്നും നിന്നില്ല, കാരണം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വേറെ റിക്കവർ ചെയ്യാൻ വേറെ വണ്ടിയോ ബാക്കിയുള്ള ആൾക്കാരോ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരോ ഒന്നും വരാത്തതുകൊണ്ട് തന്നെ നമ്മൾ വല്ലാതെ അഭ്യാസം കാണിക്കാനൊന്നും നിന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ അങ്ങനെ റൗണ്ട് അടിച്ച് കളിച്ചെന്ന് മാത്രം. എന്തായാലും ഡിസേർട്ടിൽ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ്, നല്ല ഹരമുള്ള പരിപാടിയാണ്. ഏതൊരു വണ്ടി ഭ്രാന്തനും ഇവിടെ വന്ന് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ മരുഭൂമി കൂടെ ഏകദേശം ഒരു 24-25 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് സീലൈൻ ബീച്ചിലെത്താൻ വേണ്ടിയിട്ട്. ആ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് നല്ലൊരു ഓഫ് റോഡ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ. അല്ലാത്ത വണ്ടിയായിട്ട് മാക്സിമം ഇങ്ങോട്ട് വരാതിരിക്കുകയാണ് നല്ലത്, എങ്ങനെയായാലും ഇവിടെ ലോക്കാവും. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഇവിടെ എല്ലായിടത്തും നമുക്ക് നമ്മുടെ ടവർ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോണിനൊക്കെ നല്ല സിഗ്നലുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ലോക്കായി കഴിഞ്ഞാൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കി നമ്മൾ മരുഭൂമി കൂടെ കുറച്ച് നേരം നടന്നു. ഈ ഒരു ക്ലൈമറ്റിൽ നമ്മളെ കൊണ്ട് എങ്ങനെയായാലും കൂടുതൽ സമയമൊന്നും മരുഭൂമിയിൽ നിൽക്കാൻ പറ്റില്ല. വെറുതെ ലാഡ് ജീവിതത്തിലും നജീബ് ഇങ്ങനെ പാടിയത് പെരിയോനെ സുബ്ഹാനെ എന്നുള്ളത് അമ്മാതിരി അവസ്ഥയാണ്. പിന്നെ ബീച്ച് സൈഡിൽ എത്തിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ കാറ്റ് വീശുന്നുണ്ട്. എന്തായാലും ചുടുകാറ്റായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലൊന്നും കൊള്ളാമെന്നില്ല. പിന്നെ ഏകദേശം വൈകുന്നേരമായി തുടങ്ങിയപ്പോൾ തന്നെ കുറേ ആൾക്കാരൊക്കെ അവിടെ വന്നു തുടങ്ങി. ഫാമിലി ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറ ഭാഗത്തേക്ക് തിരിക്കുന്നില്ല, വെറുതെ എന്തിനാ പോലെ ചീത്ത നമ്മൾ കളിക്കണം. അങ്ങനെ കുറച്ച് നേരം വഴി നമ്മളവിടെ പുള്ളി കളിച്ച് നിന്ന് കുറേ നേരം ഈവനിങ് ഒക്കെ നന്നായി എക്സ്പീരിയൻസ് ചെയ്തു. അങ്ങനെ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അവസാനം നേരെ ഇരുട്ടി തുടങ്ങിയപ്പോൾ നമുക്ക് വഴി തെറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ 2-3 വണ്ടി പോകുന്നുണ്ട്. അതിന് പിന്നാലെ നമ്മൾ നേരെ വണ്ടി എടുത്ത് പോയി.